ട്രാക്കോ കേബിളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് ട്രാക്കോ കേബിൾ കമ്പനി ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ 24നോട് പറഞ്ഞു. നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയാനേ എനിക്കുള്ളൂ. ഒന്നാമത് ഞാൻ ആ കുടുംബത്തിന് ദുഃഖത്തിനൊപ്പം കമ്പനിയുടെ ചെയർമാൻ എന്നുള്ളത് ഞാനൊരു പങ്കുചേരുന്നു. ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഇവിടുത്തെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വീഴ്ചയ്ക്ക് ഞാനും ആ വീഴ്ച ഉത്തരവാദിയാണ്. ഇപ്പോൾ 12 മാസം ശമ്പളം കൊടുക്കാതിരിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഉത്തരവാദിയില്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു പാക്കേജും കാര്യങ്ങളുമായിട്ട് ഒരു ഇച്ചിരി ഡിലേ ആയിപ്പോയി. ഞാനും സമ്മതിക്കും. ആ ഡിലേ ആയതാണ് ഇതെല്ലാം സംഭവിക്കാനുള്ള കാര്യം. ഇത് സംഭവിക്കത്തില്ല. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ടെലിഫോണിൽ ചേരുന്നു. നിതിൻ, കൂടുതൽ വിശദാംശങ്ങൾ ഈ സംസ്കാരത്തിൻ്റെ. SKN സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. തൃക്കാക്കര നഗരസഭയുടെ പൊതുശ്മശാനത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയം മുമ്പാണ് കാക്കനാട് കൈരളി നഗറിലെ വീട്ടിൽ നിന്ന് പി ഉണ്ണിയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വീട്ടിലെത്തിച്ച മൃതദേഹം പിന്നീട് ബന്ധുക്കളും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരും വന്ന് അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ UK മകൾ ഇന്നലെ തന്നെ കാക്കനാട്ടെ വീട്ടിലെത്തി. അല്പസമയം മുമ്പാണ് ട്രാക്കോ കേബിൾ ചെയർമാനായ വഴുതാനത്ത് ബാലചന്ദ്രൻ വീട്ടിലെത്തി ട്രാക്കോ കമ്പനിയുടെ അനുശോചനം രേഖപ്പെടുത്തിയത്. അതിനുശേഷം 24 സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ കഴിഞ്ഞ ഏതാനും നാളുകളെ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനുള്ള നടപടികൾ തുടർന്നു വരികയാണ്. പി ഉണ്ണിയുടെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ട്രാക്കോ കമ്പനി. അതോടൊപ്പം തന്നെ പാക്കേജ് എന്ന ആവശ്യം അത് പരിഗണിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് വഴുതാനത്ത് ബാലചന്ദ്രൻ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സഹപ്രവർത്തകരടക്കം ഇപ്പോൾ ഈ തൃക്കാക്കരയിലെ പൊതുശ്മശാനത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. SKN. താങ്ക് യു. എന്തായാലും പി ഉണ്ണിയുടെ മരണം വളരെ നിർഭാഗ്യകരമായി പോയി. കാരണം 11 മാസമായി അദ്ദേഹത്തിന് ശമ്പളം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ട്രാക്കോ കേബിളിൽ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് ഇടപെട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.